പെസഹ വ്യാഴാഴ്ച എല്ലാ വർഷവും നമ്മുടെ പള്ളികളിൽ നാം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. 12 അപ്പച്ചന്മാരോ അൾത്താര കുട്ടികളോ ഒക്കെ പള്ളിയുടെ ശ്രദ്ധാകേന്ദ്രമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെള്ളയുടുപ്പൊക്കെ ഇട്ട് കാൽകളികൾ ശുശ്രൂഷയ്ക്കായിട്ടിരിക്കുന്നു. പ്രസംഗശേഷം താലത്തിൽ വെള്ളമെടുത്തു എന്ന വളരെ ഹൃദയഹാരിയായ ആ ഗാനത്തിന്റെ സമയത്ത് വൈദികൻ രാജകീയ വേഷങ്ങളൊക്കെ മാറ്റി മുട്ടുകുത്തി ഇവരുടെ എല്ലാം കാലുകൾ കഴുകി ആ പാദങ്ങളിൽ ചുംബിക്കും. വളരെ ആഘോഷമായി വലിയ ബഹുമാന ആദരങ്ങളോടെ പാരമ്പര്യ കാലം മുതലേ അനുവർത്തിച്ചു പോരുന്ന, ചിലപ്പോഴെങ്കിലും കണ്ണുകളൊക്കെ നിറയ്ക്കുന്ന ഒരു ചടങ്ങ്. ഇത് കേവലം ഒരു ആചാരമായി കാണരുത്. ചില ഓർമ്മപ്പെടുത്തലുകൾ ഈ ചടങ്ങുകൾ തരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകിയിരിക്കുന്നു. ഈശോ കാൽകഴുകൽ ശുശ്രൂഷ കഴിഞ്ഞ് അപ്പസ്തോലന്മാരോട് പറഞ്ഞ കാര്യമാണിത്. 12 അപ്പസ്തോലന്മാരുടെ കാലുകൾ കഴുകുമ്പോൾ ഇതിൽ ചില അടയാളങ്ങളും സൂചനകളും എല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈശോ എന്താണ് ഉദ്ദേശിച്ചത്? ദാസന്മാരാവുക എന്നൊരു കാര്യം മാത്രമാണോ? അല്ല. എളിമയുടെ വലിയ മാതൃക ഈശോ കാണിച്ചു കൊടുത്തുകൊണ്ട് പൗരോഹിത്യ സ്ഥാപനത്തിലൂടെ ഭൂമിയിലെ തന്റെ സഭയുടെ അടിസ്ഥാനം 12 അപ്പസ്തോലന്മാരിൽ അവൻ നിശ്ചയിച്ചു. എന്തുകൊണ്ടാണ് തമ്പുരാന്റെ ഈ 12 എന്ന തിരഞ്ഞെടുപ്പ്? മാതാവിനെയും മറ്റ് ഈശോയുടെ സുഹൃത്തുക്കളെയും ഒക്കെ വിളിക്കാമായിരുന്നില്ലേ? ഇല്ല. കാരണം അവന് ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. പഴയ ഇസ്രായേലിന്റെ സ്ഥാനത്ത് 12 ഗോത്രങ്ങളുടെ സ്ഥാനത്ത് 12 അപ്പസ്തോലന്മാരെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പുതിയ ഇസ്രായേലിന് രൂപം കൊടുക്കുന്നു. ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് സ്നേഹമായ തൻ്റെ പിതാവിനെ പോലെ നിങ്ങളും മറ്റുള്ളവർക്ക് മുമ്പിൽ സ്നേഹമായി ദൈവമായി മാറണം. പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. ദാസന്മാരല്ല, സ്നേഹിതരാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ ചെയ്തതുപോലെ പിതാവിനെ, ദൈവത്തെ പരിചയപ്പെടുത്തി പ്രഘോഷിക്കാനുള്ള പുതിയ ഇസ്രായേലിന്റെ നേതൃത്വം അവൻ ഈ 12 അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുകയാണ്. അപ്പവും വീഞ്ഞുമെടുത്ത് തൻ്റെ ശരീരവും രക്തവുമായി അവൻ ആശീർവദിച്ച് അവർക്ക് കൊടുത്തിട്ട്, ഇത് നിത്യജീവനിലേക്കുള്ള മിനിമം ഗ്യാരണ്ടിയാണ്, ഇത് നിങ്ങൾ തിന്നണം, ഇത് കുടിക്കണം എന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ചെയ്യണം എന്ന് പറഞ്ഞ് നിത്യപുരോഹിതൻ അവന്റെ പൗരോഹിത്യത്തിലുള്ള പങ്കാളിത്തം ഈ 12 പേരെ ഏൽപ്പിച്ച് ഭൂമിയിൽ അവന്റെ പൗരോഹിത്യവും സ്ഥാപിച്ച് ആ ഉത്തരവാദിത്വവും തുടരുവാനായിട്ട് അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുകയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം CCC 610, 611 ആർട്ടിക്കിളിലൂടെ സഭ പഠിപ്പിക്കുകയാണ്. പെസഹ വ്യാഴം ഈശോയാകുന്ന വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെയും പൗരോഹിത്യ സ്ഥാപനത്തെയും അതേപോലെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം ഈ പെസഹ വ്യാഴാഴ്ച എന്താണ് ഈശോ നമ്മെ തൻ്റെ മരണത്തിനു മുമ്പ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഓരോ പുരോഹിതനെയും ഓരോ വിശ്വാസിയെയും നോക്കി വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയും, പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവൻ ഭൂമിയിൽ ഇറങ്ങി വന്ന് താൻ സൃഷ്ടിച്ച തൻ്റെ സൃഷ്ടികളുടെ മുമ്പിൽ മുട്ടുകുത്തി വിനയം പഠിപ്പിക്കുന്നു. അത് ഒരു ആചാരമാക്കാനായിട്ടല്ല, അനുകരണമാക്കാനായിട്ടാണ്. പൗരോഹിത്യവും വിശുദ്ധ കുർബാനയും ഒക്കെ അവഹേളിക്കപ്പെടുന്ന, വെറുക്കപ്പെടുന്ന ഒരു കാലമാണിത്. ഈ പെസഹ വ്യാഴാഴ്ച നമ്മുടെ മൊബൈൽ കോണ്ടാക്റ്റിലുള്ള എല്ലാ അച്ഛന്മാരെയും നമുക്ക് ഈ ദിവസത്തിന്റെ ആശംസകൾ അറിയിക്കാനായിട്ട് പരിശ്രമിക്കണം. കാരണം പൗരോഹിത്യത്തിന്റെ സ്പർശനമില്ലാത്ത ഒരു വിശ്വാസിയും ഈ ഭൂമിയിൽ നിന്ന് തിരികെ പോകില്ല. ഇത് കർത്താവ് ഏൽപ്പിച്ച വിളിയാണ്, അത് അത്യാവശ്യമാണ്. അത് ഈശോ അപ്പസ്തോലന്മാരുടെ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു വിടുമ്പോൾ പറയുന്നുണ്ട്, സമാധാനം സ്വീകരിച്ചില്ല എങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരുമെന്ന്. ആശംസകൾ സ്വീകരിക്കുന്ന ഓരോ വൈദികനും, കൊടുക്കുന്ന ഓരോ വിശ്വാസിയും ചിന്തിക്കണം, ഈ കാലത്ത് എനിക്ക് ഈ ജീവിതവും ഈ വിശ്വാസവും, ഒപ്പം ഞാൻ ചെയ്യുന്ന, അർപ്പിക്കുന്ന, പങ്കെടുക്കുന്ന ഓരോ വിശ്വാസ ചടങ്ങുകളും എനിക്ക് വെറുമൊരു ആചാരമാണോ, അതോ ഈശോ പറഞ്ഞു കാണിച്ചു തന്നതുപോലെ അനുകരണമാണോ? ഒരു വൈദികൻ ആ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റിന് ഒരു സമൂഹത്തെ മുഴുവൻ ലക്ഷ്യം വെക്കുമ്പോൾ, തിരുവചനം പറയുന്നു, ഇടയനെ അടിക്കുക, ആടുകൾ ചിതറിക്കപ്പെടും എന്ന പിശാചിന്റെ ചില പദ്ധതികളാണ് നമ്മിലൂടെ അവൻ നടത്തുന്നത്. കുറവുകൾ മാത്രം ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ നമ്മുടെ വൈദികർ ചെയ്യുന്ന സേവനങ്ങളെ, സഹനങ്ങളെ, ത്യാഗങ്ങളെ മനസ്സിലാക്കാൻ, അംഗീകരിക്കാൻ, സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കണ്ണുള്ളപ്പോൾ അതിന് വിലയറിയില്ല. ഇതില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ദുരിതം നമ്മുടെ മുതിർന്ന കാരണവന്മാർ പറയും. വിശുദ്ധ കുർബാന ഇല്ലാത്ത, പൗരോഹിത്യമില്ലാത്ത ഒരു കാലം നമുക്ക് മുമ്പിൽ വാവിളർന്നിരിപ്പുണ്ട്. സാത്താൻ അതിന്റെ പണിപ്പുരയിലാണ്. അവന്റെ ശിങ്കിടികളാകാൻ നമ്മൾ ആ കൂടെ കൂടുന്നുണ്ടോ എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. എന്നാലും കർത്താവും അവന്റെ സഭയും പൗരോഹിത്യവും അവന്റെ 2ാം ആഗമനം വരെ ഈ ഭൂമിയിൽ കർത്താവ് ഏൽപ്പിച്ച അതേ പ്രതാപത്തോടെ ഉണ്ടാകുമെന്നത് മറ്റൊരു ഉറപ്പാണ്. എങ്കിലും ഈ പെസഹ ആഴ്ചയിൽ ഈശോ നമ്മോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എൻ്റെ വൈദികരെയും അവരിലൂടെ ചൊരിയുന്ന കൃപാവരങ്ങളെയും സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.